ഒഡീഷയിൽ മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കെതിരെ ക്രൂര ആക്രമണം. 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അടക്കമുള്ള സംഘം കവർച്ചയ്ക്കും ഇരയായി. കാട്ടിലൂടെ 6 കിലോമീറ്റർ നടന്ന് സാഹസികമായാണ് അക്രമികൾ നിന്ന് രക്ഷപ്പെട്ടതെന്ന് വിദ്യാർത്ഥികൾ മാധ്യമത്തോട് പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എം.ടെക് വിദ്യാർത്ഥികളായ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ആനന്ദ് കിരൺ, മുക്കം സ്വദേശി ഇബ്നു മിശ്അൽ, മലപ്പുറം വാളാഞ്ചേരി സ്വദേശി അമീൻ ഷിബിൽ, കണ്ണൂർ സ്വദേശി വിശുദ്ധ് സാരഥി എന്നിവരാണ് ആക്രമണത്തിന് ഇരയായത്. ഇരുമ്പ് വടികളും മദ്യക്കുപ്പികളും ഉപയോഗിച്ച് അക്രമികൾ ഫോണുകൾ അടക്കം തട്ടി എടുക്കുകയും ചെയ്തു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 6ഓളം പേരെ ഒഡീഷ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ 8-നാണ് കഠ്മാൽ ജില്ലയിലെ പുൽബാണി എന്ന സ്ഥലത്ത് വച്ചാണ് അക്രമം ഉണ്ടായത്. പഠനഭാഗമായി ഒഡീഷ സർക്കാരിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു 4 പേരും. കമ്പനിയിലെ ജീവനക്കാരായ 3 പേരുമൊത്ത് പുൽബാണിയിലെ വെള്ളച്ചാട്ടം കണ്ട് മടങ്ങവേ ആണ് 10-15 പേർ അടങ്ങുന്ന അക്രമം സംഘം മുന്നിൽ വരികയും ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തു എന്ന് വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം മദ്യക്കുപ്പി, കല്ല് എന്നിവ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇവർ യാത്ര ചെയ്ത ബൈക്കുകളുടെ താക്കോലും അക്രമി സംഘം കവർന്നു. അടിയേറ്റ ഒരു വിദ്യാർത്ഥി തലയ്ക്ക് പൊട്ടലുണ്ടായി, കൈക്കും പരിക്കുണ്ട്. അക്രമികളെ പേടിച്ച് കാട്ടിലൂടെ 6 കിലോമീറ്ററോളം നടന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് കൺട്രോൾ റൂമിൽ പോയി ബന്ധപ്പെട്ടു എന്ന് വിദ്യാർത്ഥികൾ പറയുകയാണ്. ഉടൻ 2 വാഹനങ്ങളിലെത്തിയ പോലീസ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണമടക്കം ഉള്ള സൗകര്യങ്ങൾ പോലീസ് ചെയ്തു തരികയും ചെയ്തു. പോലീസ് നല്ല രീതിയിലാണ് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം പോലീസ് ചെയ്തു തരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം കവർന്ന ഫോണുകളിലേക്കാണ് അക്രമികൾ സ്വിച്ച് ഓൺ ചെയ്തു. വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ച അറിയിപ്പനുസരിച്ച് ഒഡീഷ പോലീസിനടുത്ത് പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് 6ഓളം അക്രമികളെ ഒഡീഷ പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 4 ഫോണുകൾ കണ്ടെടുത്തു. ഇവ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏതാനും പേരെ കൂടി പിടികൂടാനുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. 15ഓളം പേരാണ് ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തത് എന്ന് ഞങ്ങൾ പോലീസിനോട് പറയുകയും പോലീസ് തുടർ നടപടികളുമായിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു.